ചരക്കോടെ ചമരലർകളും മഹാപ്രപഞ്ചമപൊങ്കും കതിച്ചിട്ട് അപ്പോർക്കളത്ത് തപ്പോട് കുതിരകളപ്പോർക്കളത്ത് തപ്പോട് കുതിരകൾ കൃഷ്ണവർണ്ണ മുടലിട പടിവ് അടലിടെങ്കും പുഷ്കാരത്ത് പത്രേടകൾക്ക് കുക്കാകത്തെ. ഹേ ഡിയർ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദാശംസകൾ. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണല്ലോ, അപ്പം വ്ളോഗും കുറച്ച് സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എല്ലാ വർഷവും പെരുന്നാളിൻ്റെ രാവിലെ നല്ല തിരക്കായിരിക്കും. ബാത്റൂമിൻ്റെ അവിടെ ക്യൂ, പിന്നെ കുട്ടികളെ കുളിപ്പിക്കില്ല, അങ്ങനെയുള്ള കുറച്ച് തിരക്കുകളും, പള്ളിയിലെത്താൻ കുറച്ച് ലേറ്റ് ആവില്ല, ഈദ്ഗാഹിലെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ കറക്റ്റ് സമയത്ത് തന്നെ എത്തി, എല്ലാം നേരത്തോടെ തന്നെ കഴിയും ചെയ്തു. എല്ലാ വർഷവും തലേന്ന് രാത്രിയുള്ള തിരക്കും തന്നെ കിച്ചണിൽ ഇപ്രാവശ്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മെഹന്തി ഇടലും ഒക്കെ കഴിഞ്ഞു 12:30-1 മണിയൊക്കെ ആയപ്പോഴാണ് ഉറങ്ങിയത്. എന്നാലും നേരത്തെ എഴുന്നേറ്റ് എല്ലാ കാര്യങ്ങളും ഇപ്രാവശ്യം വേഗത്തിലായി. കുട്ടികളെ കുളിപ്പിക്കലായാലും മറ്റുള്ള കാര്യങ്ങളായാലും എല്ലാം വേഗത്തിലായിട്ടുണ്ടായിരുന്നു. കുട്ടികളുടെ കാര്യം എടുത്തു പറയാൻ കാരണം രാവിലെ തന്നെയാണല്ലോ, ഉറങ്ങാൻ ഏതായാലും തലേന്ന് രാത്രി ഉറങ്ങാൻ ലേറ്റാവും. പിന്നെ ഈദ്ഗാഹിൽ എന്തായാലും 7:30 ആ സമയത്താണ് നിസ്കാരം തുടങ്ങുക. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു 7 മണിയാകുമ്പോഴേക്ക് എത്തണമെങ്കിൽ ഒരു 6 മണി ആ ഒരു സമയത്ത് തന്നെ എഴുന്നേറ്റ് ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോയി പിന്നെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് റെഡിയാക്കണമെങ്കിൽ കുറച്ച് പാടാണ്, ചെറിയ കുട്ടികളായതുകൊണ്ട്. അതാണ് കുട്ടികളുടെ കാര്യം എടുത്തെടുത്ത് പറയുന്നത്. എല്ലാ വർഷവും കറക്റ്റ് ടൈമിലാണ് എത്താറ്. 7:30 നിസ്കാരമാണെങ്കിൽ അധികം 7:25 5 മിനിറ്റ് മുമ്പൊക്കെയാണ് ഞങ്ങൾ എത്താറ്. അപ്പോൾ ചിലപ്പോൾ നിസ്കാരം കഴിഞ്ഞോ അങ്ങനെയുള്ളൊക്കെ പേടിയൊക്കെ കൊണ്ടാണ് പോവാറ്. പക്ഷേ അൽഹംദുലില്ലാഹ് ഇപ്രാവശ്യം ഞങ്ങൾക്ക് നേരത്തെ ഒരു 1/2 മണിക്കൂർ മുമ്പ് തന്നെ അവിടെ എത്തിപ്പെടാൻ സാധിച്ചു. നിസ്കാരത്തിന് പോകുന്നതിന് മുമ്പായിട്ട് ചായയും ഓരോ ഈത്തപ്പഴവും മാത്രം കഴിച്ചു എല്ലാവരും. എന്നിട്ടാണ് നിസ്കാരത്തിന് പോയത്. വീട്ടിൻ്റെ അടുത്ത് ഈദ്ഗാഹ് നടത്തുന്നുണ്ടായിരുന്നു, അപ്പോൾ അവിടേക്കാണ് പോയത്. ഒരു 5 മിനിറ്റ് ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ. നടക്കുകയാണെങ്കിൽ നടക്കേണ്ട ദൂരം മാത്രമേ ഉള്ളൂ. ഞങ്ങളങ്ങനെ ഈദ്ഗാഹിലെത്തി. അവിടെ തക്ബീർ അടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ കബീറാ വൽഹംദുലില്ലാഹി കസീറാ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീലാ. ഞങ്ങൾ നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും ഇരിക്കുകയാണ്. അപ്പോൾ സ്വീറ്റ്സ് വിതരണം ചെയ്യുന്നുണ്ട് കേട്ടോ. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഇത്രയും ടൈം പോവാന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. ചോക്ലേറ്റ്, ഐസ്ക്രീം, മിഠായിയൊക്കെ കണ്ടപ്പോൾ പിന്നെ മുഖത്ത് ചിരിയൊക്കെ വന്നു. കുത്തുബയും ദ്വായൊക്കെ കഴിഞ്ഞു. അങ്ങനെ പരസ്പരം എല്ലാവരും ഈദ് മുബാറക്ക് പറയാൻ തുടങ്ങി. എല്ലാവരും പരസ്പരം ആലിംഗനൊക്കെ ചെയ്ത് മുബാറക്ക് പറഞ്ഞ് എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. പ്രത്യേകിച്ച് പെരുന്നാൾ സന്തോഷത്തിലായിരിക്കും. ഈ ഒരു സീൻ കാണുമ്പോൾ പ്രത്യേക ഒരു ഫീലാണല്ലേ. എൻ്റെ ഫാമിലിയിലെ കുറേ ഭാഗം പേര് ഇവിടെ തന്നെ കണ്ടുമുട്ടിയതുകൊണ്ട് ഇനി അവരുടെ വീട്ടിലേക്കൊന്നും കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല. ഇനി ഹസിൻ്റെ വീട്ടിൽ പോയാലും മാത്രമേ കുറച്ച് ആൾക്കാരുടെ വീട്ടിൽ കയറി ഇറങ്ങാനുള്ളൂ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി, ചായയൊക്കെ കുടിച്ചു. ഇന്നലെ ബാക്കിയുണ്ടായിരുന്ന കുറച്ച് കടിയും പിന്നെ രാവിലെ കുറച്ച് കടിയൊക്കെ ഞാൻ ഉണ്ടാക്കിയിരുന്നു, അതൊക്കെ കഴിച്ചു. പിന്നെ നെയ്യപ്പം ചുടാന്ന് വിചാരിച്ചു. എല്ലാവർക്കും വിശന്ന് വലിഞ്ഞിരുന്നു. എല്ലാവരും ഒരുമിച്ച് കഴിക്കാനുള്ള ക്ഷമയൊന്നും ഉണ്ടായില്ല. ചുടലും കഴിക്കലും എല്ലാം ഒരുമിച്ച് കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ ഒന്നുകൂടി ചിക്കൻ വാങ്ങിക്കൊണ്ട് വന്നിട്ട് എന്തോ സ്പെഷ്യൽ ഉണ്ടാക്കാനുണ്ട് അത്ര. 2 മണിയാകുമ്പോഴേക്ക് ബിരിയാണിയും ചിക്കൻ 65ഉം അതിൻ്റെ കുറച്ച് ടച്ചിങ്സും എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. പള്ളിയിൽ നിന്ന് വന്ന ഉടനെ ഡ്രസ്സ് മാറിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ പിന്നെ അതിൽ ഫുള്ള് അഴുക്കായി മാറുമല്ലോ, കുക്കിംഗ് ഒക്കെ ചെയ്യാനുള്ളതല്ലേ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം പിന്നെയും ഡ്രസ്സൊക്കെ എടുത്തിടാൻ വേണ്ടിയിട്ട് പോകാനുണ്ട്. എപ്പോഴും ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ബിരിയാണി ഉണ്ടാക്കാറ്. ഇപ്രാവശ്യം കല്യാണ ബിരിയാണി പോലെയാണ് ഉണ്ടാക്കിയത്, അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ ഇപ്രാവശ്യം കുറച്ചും കൂടി നേരത്തെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് പൊതുവേ ഫ്രൈ ചെയ്താണ് ഇഷ്ടം, പക്ഷേ ഈ ബിരിയാണി കൊള്ളാമെന്ന് എല്ലാവരും പറഞ്ഞത്. ഇപ്രാവശ്യം പുഡിങ്ങൊന്നും ആക്കാൻ നിന്നില്ല. ഏതായാലും ഒരു ഐസ്ക്രീമിൽ ഒതുക്കിയിട്ടുണ്ട്, ഒരു അൽഫോൺസ മാംഗോ ഐസ്ക്രീം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് കേട്ടോ. ചോട്ടൻ്റെ കളി കണ്ട ക്യാമറ കണ്ടതിന് അപ്പാട് വരും ഓരോ ഗോഷ്ടി കളിക്കാൻ വേണ്ടിയിട്ട്. അവൻ്റെ ബർത്ത്ഡേ കൂടിയാണ് ഇന്ന്. റമദാൻ 1-നായിരുന്നു ജനിച്ചത്. അപ്പോൾ ഓരോ പോസ്റ്റിലൊക്കെ നിർത്തി വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്ന തിരക്കിലാണ്. എടുത്തെടുത്ത് പിള്ളേർക്ക് മതിയായി, കരച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഞങ്ങൾക്ക് പോകാനുള്ള ടൈമായി. അപ്പോൾ അപ്പുറത്ത് 2 ഇത്തമാരുണ്ട്, അവരുടെ വീട്ടിലും കൂടി കയറി ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക്, പുതുവാച്ചേരിയിലേക്ക്. എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ടല്ലേ ഇവിടെ നിന്ന് ഇറങ്ങാൻ കഴിയുള്ളൂ. അപ്പോഴേക്കും എന്തായാലും എല്ലാവരും പോകുന്ന ഒരു ടൈം ആയതുകൊണ്ട് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണ്, പെരുന്നാൾ നല്ല ബ്ലോക്കാണ്. അപ്പോൾ കുറച്ച് ലേറ്റ് ആവും എത്താൻ വേണ്ടിയിട്ട്. ഒരു 1 മണിക്കൂർ 3/4 മണിക്കൂർ കൊണ്ട് എത്തുന്നത് ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂറോളം എന്തായാലും ആവും. അവിടുന്ന് അടുത്തുള്ള റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ ഞങ്ങൾ കയറി ഇറങ്ങി.
അമ്മായിയുടെ വീടായിരുന്നു, സക്കീനമ്മായിയുടെ. ഞങ്ങൾ പ്രതീക്ഷിച്ച ആൾ അവിടെ ഉണ്ടായിരുന്നില്ല. നിഷ്താത കുഞ്ഞളാൻ്റെ വീട്ടിൽ പോയിരുന്നു. അവിടെ പോയാൽ പിന്നെ കുറേ ടൈം സംസാരിക്കാനുണ്ടാവും. അങ്ങനെ കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തു. ഫ്രൂട്ട് സലാഡൊക്കെ കഴിച്ച് കുറച്ച് 2-3 മുറ്റത്തുനിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. അങ്ങനെ വീട്ടിലെത്തി ഷാനയും ഞങ്ങൾ 3 അമ്മായിമാരും കൂടി ഗീ പേട കഴിക്കുകയാണ് ഗൈസ്. കുട്ടികൾ കാണുന്ന ഡീസൻസി ഒന്നും നേരിട്ടില്ല കേട്ടോ, ഫുൾ അറ്റാക്കായിരുന്നു. പിന്നെ എവിടുന്നോ ഷാന ഒരു ഡയറി മിൽക്കും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലായിരുന്നു എല്ലാവരുടെയും കണ്ണ്. ഡയറി മിൽക്കിനെ മണടിച്ചിട്ട് നജിയൊക്കെ ഹാജരായിട്ടുണ്ട്. ഡയറി മിൽക്ക് കെട്ടിപ്പിടിച്ച് ഷാന ഇരിക്കുന്നുണ്ട്, അതിൻ്റെ അടുത്ത് തന്നെ നജിയും. എല്ലാവരെയും കണ്ടപ്പോൾ ഉമ്മ ഒളിപ്പിച്ച് വെച്ച സാധനം പുറത്തെടുക്കാൻ തുടങ്ങി. അങ്ങനെ പ്രിങ്കിൾസ് കൊടുത്തോണ്ടിരിക്കുകയാണ്. കുട്ടിപ്പട്ടാളത്തിൻ്റെ ഇടയിൽ എൻ്റെ കൈ കുറേ സമയം ഞാൻ നീട്ടി വെക്കുന്നുണ്ട്, ഉമ്മ അതുമാത്രം കാണുന്നില്ല. അങ്ങനെ അവസാനം എനിക്കും കിട്ടി ഗൈസ്. എല്ലാവരും കൂടി എന്നെ കളിയാക്കി വിടുന്നുണ്ട്. ഒരു ചോക്ലേറ്റ് 100 ആൾക്കാരുമായിട്ട് ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒരിക്കൽ കൂടി ഈദ് മുബാറക് ടു ഓൾ ഓഫ് യു ഗൈസ്.